ഡിസ്കസ് ബ്രീഡിംഗ് ടാങ്ക് നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യും? നമ്മൾ ഡിസ്കസ് ബ്രീഡിംഗ് ചെയ്യേണ്ട പ്ലാൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ വേണം, ഇല്ല എങ്ങനെ ആയിരിക്കണം അതിന്റെ ടാങ്ക്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്, എന്റെ പേര് രാഹുൽ, എന്റെ ചാനലിന്റെ പേര് ഫ്രാപ്പർ ആക്വ. അപ്പോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഡിസ്കസ് ബ്രീഡിംഗ് ടാങ്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്കസ് ബ്രീഡിംഗ് ടാങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 2-3 വീഡിയോസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പേ. ആദ്യമായിട്ട് ഒരു വലിയ ടാങ്കിന് ഞാൻ 2 പാർട്ടീഷൻ ഇട്ട് ഉണ്ടാക്കി, പിന്നെ ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഐഡിയൽ സംഭവമാണ് ഇവിടെ ഉള്ള സംഭവം സൈഡിലുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്യും, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഒരു ബ്രീഡിംഗ് നിങ്ങൾ തുടങ്ങേണ്ട പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ. സോ പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ഈ വീഡിയോയിൽ മിസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, വെള്ളത്തിന്റെ ഒരു പാരാമീറ്റർ ഹാർഡ്നെസ് നമ്മൾ വെള്ളത്തിന്റെ കുറച്ച് കുറഞ്ഞാലാണ് നല്ല ഒരു ഹാച്ച് റേറ്റ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഒരു TDS നമ്മൾ പറയുന്നത് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് നിങ്ങൾ ആക്ച്വലി ഒരു 100 ppm 80 to 100 ppm താഴെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ലൊരു ഹാച്ച് റേറ്റ് കിട്ടുക. പക്ഷെ ഡിസ്കസ് നല്ല ഹാർഡ്നെസ് ഉള്ള വെള്ളത്തിലും ബ്രീഡ് ചെയ്യുമില്ല എന്നല്ല, പക്ഷെ ഐഡിയൽ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ അത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്ത കുറെ സംഭവങ്ങളും എല്ലാം മോസ്റ്റ്ലി ആമസോണിൽ തന്നെ വാങ്ങിച്ച സംഭവങ്ങളാണ്. അതിന്റെ എല്ലാ ലിങ്ക്സും പർച്ചേസ് ലിങ്ക്സ് എല്ലാം ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക, എല്ലാ ഡീറ്റെയിൽസ് അതിൽ മെൻഷൻഡ് ആണ്. അപ്പോൾ അത് ഇല്ലാണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ഇടുക. കമന്റ് ഇട്ടാലേ നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് കുറെ പുതിയ ഐഡിയാസും കിട്ടും. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമന്റ് ചെയ്യണം. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവം, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ബെല്ലടിക്കണം. ബെല്ലടിച്ചാലേ സംഭവം, ബെല്ലടിച്ചില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല നമ്മൾ എപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ കുറെ പേര് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ബെല്ലൈക്കോൺ അടിക്കാത്തതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കോൺ അടിക്കുക. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോന്റെ എൻഡിൽ നോക്കുക, എല്ലാ സംഭവവും മെൻഷൻ ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ എൻഡിൽ കാണാം. ആദ്യത്തെ കാര്യം നമ്മൾ നോക്കേണ്ട വെച്ചാൽ ടാങ്കിന്റെ സൈസ് പറഞ്ഞാൽ ഒരു 1.5 അടി ബൈ 1.5 അടി ബൈ 1.5 അടി, 1.5 അടി വിഡ്ത്ത്, 1.5 അടി ഹൈറ്റ്, 1.5 അടി ഡെപ്ത് ടാങ്ക് ഉണ്ടായാൽ ബെസ്റ്റ് ആണ്. ഒരു ഫുൾ ഗ്രോൺ ഒരു വലുതായ 2 ഡിസ്കഷന് വെക്കാൻ അത് ഒരു നല്ലൊരു സൈസാണ്. ഈ ടാങ്ക് കുറച്ച് വലുതാണ്, അത് പ്രശ്നമില്ല എന്തായാലും. പക്ഷെ ഐഡിയൽ സൈസ് ഒരു 18 ഇഞ്ചസ് മിനിമം ആയിരിക്കണം. ഒരു ക്യൂബ് ടാങ്ക് ആയാലും പ്രശ്നമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്, ഈ വെള്ള സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കണം. ഇങ്ങനത്തെ ഒരു വൈറ്റ് എഫക്റ്റ് ആയിരിക്കണം. വൈറ്റ് ഉണ്ടെങ്കിൽ സ്റ്റിക്കർ എന്തിനാ നമ്മൾ ഒട്ടിക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ഗ്ലെയർ ഉണ്ടാവില്ല. ഈ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്ലെയർ, ഈ ചില പേര് എന്താ വെച്ചാൽ തെർമോക്കോൾ വെച്ചിട്ട് കവർ ചെയ്യും. പക്ഷെ തെർമോക്കോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മിറർ, ഒരു കണ്ണാടി പോലത്തെ ഒരു എഫക്റ്റ് വരും. അതിനെ കൊണ്ട് മീനിന് കുറേ സ്ട്രെസ് ആവും. അപ്പോൾ ഈ വൈറ്റ് വെച്ച് മൊത്തം 3 സൈഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ മീനിനൊരു നല്ലൊരു സെക്യൂർ ഫീൽ ചെയ്യും. അപ്പോൾ അത് സ്ട്രെസ് കുറയും. അപ്പോൾ അതുകൊണ്ട് ബ്രീഡിങ് ചെയ്യുമ്പോൾ 3 സൈഡും കവർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ബോട്ടം ബേസിക്കലി 4 സൈഡും സ്റ്റിക്കർ ഒട്ടിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കേണ്ടത് ഞാൻ ഇതിന് മുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതെങ്ങനെയാണ് സ്റ്റിക്കർ ഒട്ടിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ ആണ്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അടുത്തത് നമ്മൾ ടാങ്കിനെ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യും, അതാണ് നെക്സ്റ്റ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ടാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എത്ര ലെവൽ വെള്ളം വേണോ അത്ര വെള്ളം നിങ്ങൾ നിറയ്ക്കുക. എന്നിട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇടുക. ഇത് കോമൺ ആയിട്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. അതെന്തിനാണ് നമ്മൾ ഇടുന്നത് വെച്ചാൽ നമ്മൾ ടാങ്കിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനാണ്. ഇതെൻ്റെ ഒരു എക്സിസ്റ്റിംഗ് പഴയ ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിൽ വേറെ മീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ ഫ്രഷ് മീൻ ഇടുമ്പോൾ അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇടുന്നത്. സോ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യുക. അപ്പോൾ 2 കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്രയും നിറച്ചിട്ട് ലീക്ക് ടെസ്റ്റും ആവും, പിന്നെ ഡിസിൻഫെക്ഷനും ആവും. അപ്പോൾ അതുകൊണ്ട്
രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. കംപ്ലീറ്റ് ആയിട്ട് ടാങ്കിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഫുൾ ഡ്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ടേ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് മെയിൻ സംഭവം വെച്ചാൽ ഫിൽട്രേഷനാണ്. അപ്പോൾ ഫിൽട്രേഷൻ നമ്മൾ സ്പോഞ്ച് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് മൗണ്ടഡ്. ബേസിൽ സ്പോഞ്ച് ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഓൾറെഡി ഒരു ബ്രീഡിംഗ് കോൺ വരും. അപ്പോൾ താഴെല്ലാം ക്ലീൻ ചെയ്യാനും ബേബീസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫിൽറ്റേഴ്സാണ് ബെറ്റർ. സോ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ലൈറ്റ് കളർ സ്പോഞ്ചാണ്. ഇത് സ്പോഞ്ച് ഫിൽറ്ററാണ്. ഇതിൽ മീഡിയം ഇടാൻ പറ്റും. ഇതിനുപോലെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ സ്ക്രീനിലിടാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇപ്പോൾ റെഗുലറായി കിട്ടുന്ന സ്പോഞ്ച് ഫിൽറ്ററാണ് ഇത്, ഈ ബ്ലാക്ക് കളർ സംഭവം. പക്ഷേ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. എന്താ വെച്ചാൽ ബേബീസ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജനറലി ഡാർക്കർ കളേഴ്സിൻ്റെ അടുത്തോട്ടേക്കാണ് അവർ പോവുക. അപ്പോൾ ഇത് ടാങ്കിൽ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇതിൻ്റെ മുകളിൽ പോയി നിൽക്കേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ കുറേ ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടോ, ബേബീസ് ഹാച്ച് ആകുമ്പോൾ ഫിൽട്രേഷൻ മാറ്റിക്കളയും, വെച്ചിട്ട് എയർ സ്റ്റോൺ മാത്രം വെക്കും. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഇതിനെ കൊണ്ട് നമുക്ക് ഫിൽട്രേഷൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ലൈറ്റ് കളറാണ്, കളർ കാണാം. ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ബേബി വന്നാലും പേരൻസിന് ഇതിൻ്റെ മുകളിൽ ബേബീനെ കാണാൻ പറ്റും. പക്ഷേ അത് ഫുൾ ടൈം ഇതിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമ്മളിത് കഴിക്കേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷേ ഇതിനെക്കാട്ടിയും എത്രയോ ഭേദമാണ് ഇത്. സോ ഇത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നതാണ്. സോ അടുത്ത കാര്യം നമുക്ക് എന്താ മെയിനായി വേണ്ടത് വെച്ചാൽ ഒരു തെർമോമീറ്ററാണ്. തെർമോമീറ്റർ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. എന്താ വെച്ചാൽ തെർമോമീറ്റർ ഇല്ലാണ്ട് നമുക്ക് ടാങ്കിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് ഹീറ്ററിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ നമുക്ക് തെർമോമീറ്റർ ഇല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ എല്ലാ ഫിഷ് ടാങ്കിലും തെർമോമീറ്റർ വളരെ വളരെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് തെർമോമീറ്റർ ആയാലും മതി, ഡിജിറ്റൽ വേണമെന്നൊന്നുമില്ല. പക്ഷേ തെർമോമീറ്റർ ആവശ്യമാണ്. സോ ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ലൊക്കേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിലാകുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് ടെലിംഗ്. പക്ഷേ മെയിൻ സംഭവം തെർമോമീറ്ററാണ്. സോ ഇതിന് മുമ്പ് നിങ്ങൾ കണ്ട ബ്രീഡിംഗ് കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ട സംഭവമാണ്. അതിൻ്റെ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ഒരു ടെറാക്കോട്ട മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, റെഡിമെയ്ഡ് ബ്രീഡിംഗ് കോണാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് സാധനം വാങ്ങിക്കാം. അപ്പോൾ ഒരു 20-30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സൈക്ലിംഗ് ചെയ്തു, ടാങ്കിന് സ്റ്റെബിലിറ്റി ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ടാങ്ക് സൈക്കിളായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രീഡിംഗ് പെയർ ഇതിൻ്റെ അകത്ത് ഇട്ടു. അപ്പോൾ അവരൊന്ന് സെറ്റിലായി വരുന്നേ ഉള്ളൂ. കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ട് അവർ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ തിന്നുന്നൊക്കെ ഉണ്ട്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇൻട്രോയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ വാട്ടർ പാരാമീറ്ററും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഹാർഡ്നെസ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും ഡിസ്കസ് ബ്രീഡിംഗ് ചെയ്യുമ്പോൾ. സോ ഒരു ബിലോ 100 ppm TDS നമ്മൾ വെച്ചാൽ നല്ലതായിരിക്കും ബ്രീഡിങ്ങിന്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഒരു ബേസിക് ഒരു ഡിസ്കസ് ബ്രീഡിംഗ് ടാങ്ക് സെറ്റപ്പ്. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാകും, നിങ്ങൾ കമൻറ്റ്സ് ഡെഫിനറ്റ് ആയിട്ട് ഇടണം. നമ്മൾ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇനി വരും. നമ്മളെ മെയിൻ ചാനൽ ഫ്രാപ്പർ ആക്വ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു പുതിയ ഇനിഷ്യേറ്റീവാണ് ഈ ഫ്രാപ്പർ ആക്വ മലയാളം.
അപ്പോൾ ഡെഫിനറ്റായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.